Hi friends, welcome to Dennis World. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ട്ടോ. അതിനുവേണ്ടി 1 കിലോ ബിരിയാണി അരി. ബിരിയാണി വയ്ക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കിലോ അരിക്ക് എടുക്കുന്നത് 700 ഗ്രാം ചിക്കൻ, 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട്, 8 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മുളക് പൊടി 2 സ്പൂൺ, ഇഞ്ചി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, 6 കഷ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 3 എണ്ണം വലുത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഗരം മസാല 1 സ്പൂൺ, പട്ട ഗ്രാമ്പു കുറച്ച് നെയ്യും യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയിലാണ് ഞാൻ പാകം ചെയ്യാറുള്ളത് കേട്ടോ. ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ചേരുവകളൊക്കെയാണത്. നമുക്ക് ഈ ചിക്കനെ ഒന്ന് കഴുകിയെടുക്കാം. വരൂ, ചിക്കൻ 2-3 തവണ നല്ലോണം കഴുകണം കേട്ടോ. ചിക്കൻ ഇവിടെ നല്ലപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ച ചിക്കനിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് നന്നായി മസാലയൊക്കെ എരിവൊക്കെ നന്നായി പിടിച്ചളയും ചിക്കനിലേക്ക്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചെറുതായി കഷ്ണങ്ങളാക്കണം കേട്ടോ, ഞാൻ മിക്സിയിലേക്ക് അടിക്കാൻ വേണ്ടി. ഇഞ്ചി വെളുത്തുള്ളി നന്നായി അരിഞ്ഞ് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് എടുത്തു വെച്ച മുളക് ചതച്ചെടുക്കാം. ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെക്കാം. അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകാം. അരി നന്നായി കഴുകാട്ടോ. 1, 2, 3 പ്രാവശ്യം അരി കഴുകി വെക്കണം. അരി 3 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വയ്ക്കാം ഒരു 5 മിനിറ്റ് നേരം. അരി അവിടെ 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. നമുക്കിനി ചിക്കൻ വയ്ക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണിയിലിട്ട് കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോകും. അത് കാരണം നമുക്ക് ആദ്യം ഒരു 3/4 വേവിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്.
ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി. നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. 8 സവാള എടുത്തതിൽ 6 എണ്ണം അരിഞ്ഞത് ഇതിലിട്ടാൽ മതി. 2 എണ്ണം നമുക്ക് ബിരിയാണി ഇടുമ്പോൾ വെക്കാം കേട്ടോ. സവാള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് നന്നായി ഒന്ന് വഴറ്റി കിട്ടും കേട്ടോ. ഉള്ളി നന്നായിട്ട് ഒരു ചുവപ്പ് കളറാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇഞ്ചി പേസ്റ്റ് ചതച്ച് വെച്ചതിന് ഇതിലേക്ക് ഇടാം. കുറച്ച് ഇതിനകത്തിടാം, ബാക്കി നമുക്ക് ബിരിയാണിയിലേക്ക് വയ്ക്കാം. നന്നായി ഒന്ന് വതക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ തക്കാളി മുറിച്ചതിന് ഇടാം. എന്നതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. എല്ലാ മസാലയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച 1/2 കപ്പ് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതിനെ മൂടി വയ്ക്കാം. ചിക്കൻ വെന്തോണ്ടിരിക്കട്ടെ. നമുക്ക് പോയി അരിയിലെ വെള്ളത്തിനെ കളഞ്ഞ് ഒന്ന് ഊറ്റി വെക്കാം. അരിയിലെ വെള്ളം ഫുള്ളും പോകട്ടെ കേട്ടോ. അരി ഇവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ അളവെടുത്ത പാത്രം. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിൽ കൊട്ടി വയ്ക്കാം. എന്നിട്ട് ഈ അളവില് ഇതേ പാത്രത്തില് 1.5 കപ്പ് വെള്ളം ചേർക്കണം. അളവായി എടുത്ത വെള്ളവും അരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുക്കർ ബിരിയാണി വെക്കാം എളുപ്പത്തിൽ. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പില്. നന്നായി ചൂടാവട്ടെ കേട്ടോ. നന്നായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ച സവാള ഇതിലേക്ക് ഇട്ടിളക്കാം. അതുപോലെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിനകത്തിട്ട് ഇളക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും പട്ടകരാമ്പും ഇതിലേക്ക് ഇടാം. നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കും. ചിക്കനിൽ നമുക്ക് കുറച്ച് വെള്ളം ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. ആ ഗ്രേവിയും കൂടി ഇതിൽ ഒഴിക്കുമ്പോഴായിരിക്കും ആ 2 കപ്പ് ആവുക. അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലെ ഗ്രേവിയും കൂടി ഇതിൽ ഒഴിക്കുമ്പോൾ 2 കപ്പാവും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക്. ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നതിന് ശേഷം ഈ ഗ്രേവി കൂടി അതിലേക്ക് ഒഴിക്കാം.
വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇടാം. അരി ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി ഇളക്കി നന്നായി ഒന്ന് സെറ്റാക്കി ഇളക്കി വെക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ മൂടി വയ്ക്കാവുന്ന. വെയിറ്റ് ഇടരുത്, വെയിറ്റ് ഇടാതെ മൂടി വയ്ക്കാം. വെയിറ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ബിരിയാണി നന്നായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വേണ്ട, നന്നായി വെന്തിട്ടുണ്ട്. ചിക്കനും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യും നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ബിരിയാണിയാണ്. അത് നമുക്ക് വീട്ടിലുള്ളവർക്ക് 8 പേർക്ക് വയറ് നിറച്ചും കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇത് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ ഉണ്ട്. 8 പേർക്ക് വയറ് നിറച്ച് കഴിക്കാം കേട്ടോ. വളരെ ചെലവ് കുറച്ച ബിരിയാണി. നമുക്ക് സമയവും ലാഭം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണേ. നന്നോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ളത് എന്നോട് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.